ഹായ്, വെൽക്കം ബാക്ക് ടു ട്രാൻഗിൾ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് അടിപൊളി നാടൻ റോസിൻ്റെ കോംബോ ഓഫർ ആയിട്ടാണ്. ഇതിനകത്ത് ഫസ്റ്റ് വന്നേക്കുന്ന മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ്. നമുക്ക് സാധാരണ മിഡ് നൈറ്റ് ബ്ലൂ ഒക്കെ കിട്ടുന്നത് നാടൻ ബഡ്ഡിങ് തൈകളായിരിക്കും കിട്ടുക. പക്ഷേ നമ്മൾ കമ്പ് വെച്ച് പിടിപ്പിച്ച ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് സെയിലായിട്ട് കൊണ്ടുവരുന്നത്. ഒത്തിരി ഹൈറ്റുള്ള തൈകളല്ല, ഒരു മീഡിയം സൈസ് ബുഷി ആയിട്ടുള്ള തൈ ആയിരിക്കും കേട്ടോ. മിഡ് നൈറ്റ് ബ്ലൂ ഉണ്ട് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിനകത്ത് 5 നാടൻ റോസുകളാണ് വരുന്നത്. ഈ കോംബോയിൽ എക്സ്ചേഞ്ച് ഉണ്ടാവില്ല, കാരണം നമ്മൾ കോംബോയ്ക്കകത്ത് പറയുന്ന പ്ലാന്റ്സ് മാത്രമേ നിങ്ങൾക്ക് അയച്ചുള്ളൂ. കാരണം നിങ്ങൾ വന്നിട്ട് ഇപ്പോൾ ഒരു പ്ലാന്റ് മാറ്റി തരാൻ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത് വന്നിട്ട് കരിഷ്മ റോസാണ്. കരിഷ്മയും അങ്ങനെ തന്നെയാണ്. ഓൺ റൂട്ടഡ് തൈകളാണ് നമ്മുടെ ഉള്ളത്. കൂടുതലായിട്ട് നാടൻ ബഡ്ഡിങ് തൈകളാണ് കണ്ടുവരാറുള്ളത്. നമുക്ക് ഈ കോംബോയിലായിട്ട് ഫുള്ള് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ കരിഷ്മ ഉള്ളതുകൊണ്ട് വന്നിട്ട് ചിലപ്പോൾ കരിഷ്മ മാറ്റിയിട്ട് വേറെ പ്ലാന്റ്സ് ആഡ് ചെയ്യുമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുക്കാറില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു 10-20 ഓർഡേഴ്സൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ തന്നെ ആ 20 പേർക്കുള്ള ഓർഡർ ഒരു ദിവസം നമ്മൾ അയക്കുവാണ്. അപ്പോൾ കോംബോയിൽ ഇത്ര ഏതൊക്കെയാണ് ഐറ്റം എന്നുണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അത് എഴുതി വെച്ചിട്ട് അതൊരു 20 സെറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ 1-2 ആൾക്കാർക്ക് പ്ലാന്റ്സ് മാറ്റി കൊടുക്കുക എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കോംബോയ്ക്കകത്ത് എക്സ്ചേഞ്ച് ഒന്നും വരുന്നില്ല. ഇതിനകത്ത് പറയുന്ന പ്ലാന്റ്സ് മാത്രമേ നമ്മൾ അയച്ചു കൊടുക്കത്തുള്ളൂ. അപ്പോൾ രണ്ടാമതായിട്ട് നാടൻ കരിഷ്മ റോസാണ്. ഓറഞ്ചും മഞ്ഞയും കോമ്പിനേഷനിൽ വരുന്ന കരിഷ്മ റോസിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. മൂന്നാമതായിട്ട് ഈ ഒരു കോംബോയിൽ വരുന്നത് ഈ ഒരു റോസാണ്, അഹല്യ റോസാണ്. അഹല്യ എന്ന് പറയുമ്പോൾ നമ്മുടെ പേപ്പർ റോസ്, വൈറ്റ് പേപ്പർ റോസിൻ്റെ സെയിം കാറ്റഗറിയിൽ വരുന്ന റോസാണ്. പിങ്ക് ഷെയ്ഡാണ്. പിങ്ക് സമ്മർ സ്നോ എന്നറിയപ്പെടുന്ന റോസാണ് അഹല്യ റോസ്, അല്ലെങ്കിൽ പിങ്ക് സമ്മർ സ്നോ. ഇതിൻ്റെയും ഹെൽത്തി ആയിട്ടുള്ള ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് തന്നെയാണ്. ഈ ഒരു കോംബോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എല്ലാം പിടിച്ച് കിട്ടുന്ന തൈകളാണ്. കാരണം ഓൺ റൂട്ടഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നശിച്ചു പോകത്തില്ല. അതുപോലെ തന്നെ നമുക്ക് തൈകളാക്കി എടുക്കാനും വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കോംബോ ബിഗിനേഴ്സിനും പറ്റിയൊരു കോംബോ ആണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ക്രീപ്പർ ജാക്കിയാണ്. ക്രീപ്പർ ജാക്കി എന്ന് പറയുമ്പോൾ ക്രീപ്പർ വെറൈറ്റിയാണ്. നാടൻ ചന്ദന റോസ്, ക്രീപ്പർ റോസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ക്രീപ്പർ ജാക്കിയാണ് കോംബോയിൽ നാലാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്, ഓൺ റൂട്ടഡ് ആണ്. ക്രീപ്പർ ജാക്കിയുടെ ഓൺ റൂട്ടഡ് തൈകൾ സ്വന്തമാക്കണമെന്നുള്ളവർക്ക് ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ തൈകൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോംബോ വരുന്നത് 700 രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജാണ്. DTDCയുടെ ചാർജ് ഉൾപ്പെടെ 700 രൂപയാണ്. സ്പീഡ് പോസ്റ്റാണ് നിങ്ങൾക്ക് അയക്കേണ്ടതെങ്കിൽ ചാർജ് ചേഞ്ച് ആവും. DTDCയുടെ ചാർജ് ഉൾപ്പെടെയാണ് 700 രൂപ വരുന്നത് കേട്ടോ. അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. പിന്നെ ഉള്ളത് ഈ ഒരു ബട്ടർഫ്ലൈ റോസാണ്. ബട്ടർഫ്ലൈ ആയാലും ഓൺ റൂട്ടഡ് തന്നെയാണ്. നിങ്ങളിപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ മിക്കവാറും ക്രീപ്പർ ജാക്കി മാത്രമായിരിക്കും ഓൺ റൂട്ടഡ് കണ്ടിട്ടുണ്ടാകും തോന്നുന്നു. ബാക്കിയെല്ലാം നമുക്ക് അവൈലബിലിറ്റി കൂടുതലായിട്ടുള്ളത് ബഡ്ഡിങ്ങിൻ്റെ തൈകളായിരിക്കും. പക്ഷേ ഈ ഒരു കോംബോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നേക്കുന്നതെല്ലാം ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ്സ് ആണ്. ചിലർക്ക് വിത്ത് ഫ്ലവർ ആയിരിക്കും കിട്ടുന്നത്. ചിലപ്പോൾ ചില പ്ലാന്റ്സിന് ഫ്ലവർ ഉണ്ടാകണമെന്നില്ല കേട്ടോ. കാരണം മഴയും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഫ്ലവർ കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ്സ് മേടിക്കുന്നവർ എങ്ങനെയാണ് നടേണ്ടതെന്നൊക്കെയുള്ളൊരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒരു 2 ഡേയ്സിനുള്ളിൽ നമ്മൾ ആ ഒരു പ്ലാന്റ് എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്നും നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന പ്ലാന്റ്സിൻ്റെ ഓവറോൾ ആയിട്ടുള്ള കെയറും കാര്യങ്ങളൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യും. എന്തൊക്കെയാണ്, എപ്പോഴൊക്കെയാണ് വളം സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് കെയർ കൊടുക്കേണ്ടത്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനൊക്കെ കുറിച്ചിട്ടുള്ള വീഡിയോസ് നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നത്. പ്ലാന്റ്സ് വേണ്ടത് ഇത് കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടാം കേട്ടോ.